സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലെ സെബദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇവിടെ തുടക്കം തന്നെ പറയുകയാണ്, സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഗുരു, ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ഇവര് പറയുകയാണ്, നിന്റെ മഹത്വത്തില് ഞങ്ങൾക്ക് ഒരാൾക്ക് നിന്റെ ഇടതുവശത്തും ഒരാൾക്ക് വലതുവശത്തും ഇരിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, അത് നൽകേണ്ടത് ഞാനല്ല, എന്റെ പിതാവായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മൾ പലതവണ വായിച്ചിട്ടുള്ളതാണ്. ഇതിൽ യാക്കോബും യോഹന്നാനും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾക്ക് നടത്തി തരണം എന്നുള്ളതാണ്. നമ്മളും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹം ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് എന്തും എന്റെ നിയോഗം എന്താണോ അത് ദൈവം എനിക്ക് നടത്തി തരണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈശോ പറയുകയാണ്, ഈശോ അവരുടെ ആവശ്യം കേൾക്കുന്നു, അവരുടെ നിയോഗം കേൾക്കുന്നു, എന്നിട്ട് പറയുകയാണ്, ദൈവം എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതേ വരികയുള്ളൂ, അത് കൃത്യമായിട്ട് നടത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ, യാക്കോബിന്റെയും യോഹന്നാന്റെയും ആവശ്യം ദൈവഹിതത്തിന് അനുസൃതമാണെങ്കിൽ അത് നടക്കുമെന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ എനിക്ക് സാധിച്ചു കിട്ടണമെന്നൊന്നുമില്ല, മറിച്ച് അത് ദൈവഹിതമാണെങ്കിൽ അതെന്റെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. അതായത് എന്റെ നിയോഗങ്ങൾ നടക്കണം എന്നുള്ളതല്ല, മറിച്ച് എന്റെ നിയോഗങ്ങളെല്ലാം ദൈവഹിതപ്രകാരമാണെങ്കിൽ എനിക്ക് നടത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്